വല്ലാർപാടം മാതാവിന്റെ ദേശീയ ദേവാലയ ബസലിക്ക കേരളത്തിലെ ലൂർദ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വാരാപ്പള്ളി അതിരൂപതയുടേതാണ്. ജാതിമതഭേദമന്യേ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പുറത്തുമുള്ള ആളുകൾ ഇവിടെ പരമ്പരാഗതമായി വല്ലാർപാടത്തമ്മ എന്നറിയപ്പെടുന്ന യേശുവിന്റെ അമ്മയായ മറിയത്തിന്റെ അനുഗ്രഹം തേടുന്നു. അറബിക്കടലിന്റെ റാണി കൊച്ചിക്ക് കായലിൽ നിരവധി ചെറിയ ദ്വീപുകളുണ്ട്. 6 കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള വല്ലാർപാടം ദ്വീപാണ് അതിൽ വല്ലാർപാടം മാതാവിന്റെ മഹത്തായ ബസലിക്ക നിലകൊള്ളുന്നു. 2004 വരെ വല്ലാർപാടത്തേക്കുള്ള പ്രവേശനം പതിവ് ബോട്ട് സർവീസ് വഴി മാത്രമായിരുന്നു. തീർച്ചയായും അതിമനോഹരമായ കായലുകളാണെങ്കിലും ഗോശ്രീ പാലങ്ങളുടെ നിർമ്മാണത്തിന് ശേഷം പ്രവേശനം വളരെ എളുപ്പവും വേഗവുമാക്കുന്നു. 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ പോർച്ചുഗീസ് മിഷണറിമാരുടെ വരവോടെയാണ് ഇന്ത്യയിൽ വൻതോതിലുള്ള മതപരിവർത്തനവും ലാറ്റിനൈസേഷനും ആരംഭിച്ചത്. പോർച്ചുഗീസുകാർ കൊളോണിയലിസ്റ്റുകളും പള്ളി വാസ്തുവിദ്യയിൽ പ്രാവീണ്യമുള്ള ശക്തരായ ക്രിസ്ത്യാനികളുമായിരുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ആധിപത്യമുള്ള പ്രദേശങ്ങളിൽ അവർ കോളനികൾ രൂപീകരിച്ചുവെന്നതിൽ സംശയമില്ല. എന്നാൽ അതിലുപരി അവർ മനോഹരമായ പള്ളികൾ പണിതു. അവർ വല്ലാർപാടത്തും പള്ളി നിർമ്മിച്ചു. യഥാർത്ഥത്തിൽ വല്ലാർപാടത്തെ തകർന്ന പള്ളിയുടെ പുനർനിർമ്മാണമായിരുന്നു അത്. പരിശുദ്ധാത്മാവിന്റെ നാമകരണം ചെയ്യപ്പെട്ട ഏഷ്യയിലെ ആദ്യത്തെ പള്ളി. 1524 പെന്തക്കോസ്ത് ദിനത്തിൽ വല്ലാർപാടത്തെ ക്രിസ്ത്യാനികളെ ലത്തീൻ ആചാരത്തിൽ കൂട്ടത്തോടെ സ്വീകരിച്ചു. ആ സംഭവത്തിന്റെ സ്മരണയ്ക്കായി പോർച്ചുഗീസ് മിഷണറിമാർ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ ഛായാചിത്രത്തോടുകൂടിയ ഒരു ബലിപീഠം മറുവിലയുടെ മാതാവിന് സമർപ്പിച്ചു. അവർ പോർച്ചുഗലിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഈ ബലിപീഠത്തിൽ പ്രാർത്ഥിച്ചതിനു ശേഷം നിരവധി ആളുകൾ അത്ഭുതകരമായ രോഗശാന്തി അനുഭവിച്ചു. മറ്റുള്ളവർക്ക് ശക്തമായ സംരക്ഷണ ബോധം അന്നു മുതൽ പരിശുദ്ധാത്മാവിനെയും മറുവിലയുടെ മാതാവിനെയും വളരെ ഗംഭീരമായി ആഘോഷിക്കുന്നു. 1676 വെള്ളപ്പൊക്കത്തിൽ ഈ ദേവാലയം നാമാവശേഷമായെങ്കിലും മാതാവിന്റെ ചിത്രം കായലിലൂടെ യാത്ര ചെയ്യുകയായിരുന്ന കൊച്ചി രാജാവിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പാലിയത്ത് രാമവലിയച്ചന് ലഭിച്ചു. വല്ലാർപാടത്തുകാരുടെ അഭ്യർത്ഥന പ്രകാരം പള്ളി പുനഃസ്ഥാപിക്കുവാനുള്ള സ്ഥലവും സാമ്പത്തിക സഹായവും അദ്ദേഹം നൽകി. രാമൻ വല്ലിയച്ചൻ വിശ്വാസികൾക്ക് മാതാവിന്റെ ചിത്രം തിരിച്ചു നൽകിയ സ്ഥാനത്ത് കൊടിമരം സ്ഥാപിക്കുകയുണ്ടായി. നാട്ടുകാർ പുതിയ ദേവാലയം നിർമ്മിച്ച് മാതാവിന്റെ ചിത്രം അതിൽ പ്രതിഷ്ഠിച്ചു. ദേവാലയത്തിന്റെ ആശീർവാദത്തിൽ പങ്കെടുത്ത രാമൻ വല്ലിയച്ചൻ പള്ളിയിലേക്ക് ഒരു കെടാവിളക്ക് നൽകുകയും അതിലുപയോഗിക്കുവാനുള്ള എണ്ണ കൊട്ടാരത്തിൽ നിന്ന് സൗജന്യമായി നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ പതിവ് ചില കാരണങ്ങളാൽ ഇടയ്ക്ക് നിന്നുപോയെങ്കിലും 1994 മുതൽ സെപ്റ്റംബർ മാസത്തിൽ മാതാവിന്റെ തിരുനാളിന് കെടാവിളക്കിൽ ഒഴിക്കുവാനുള്ള എണ്ണ വഴിപാടായി പാലിയം കുടുംബാംഗങ്ങളാണ് നൽകിപ്പോരുന്നത്. 1752 മെയ് 23-ാം തീയതി വല്ലാർപാടത്തെ ഒരു കുലീന തറവാടായ പള്ളിയിൽ വീട്ടിലെ ദേവു എന്ന് വിളിച്ചിരുന്ന മീനാക്ഷിയമ്മ കുഞ്ഞിന് ചോറ് കൊടുക്കാനായി മട്ടാഞ്ചേരിയിലേക്കുള്ള ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് രാമൻതുരത്തിനടുത്തുള്ള കപ്പൽച്ചാലിലെത്തിയപ്പോൾ ശക്തമായ കാറ്റിലും കോളിലും വഞ്ചി മറിഞ്ഞ് കായലിൽ താഴ്ന്നുപോയി. അന്നത്തെ വികാരിയായിരുന്ന ഫാദർ മിഖുവേൽ കൊറോയ്ക്ക് മാതാവ് സ്വപ്നത്തിൽ നൽകിയ നിർദ്ദേശമനുസരിച്ച് മീനാക്ഷിയമ്മയെയും കുഞ്ഞിനെയും രക്ഷിക്കാനായി നാട്ടുകാർ കായലിന്റെ നാനാഭാഗത്തും വലയിട്ടെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. 3-ാം ദിവസം അവസാന ശ്രമമെന്ന നിലയ്ക്കെറിഞ്ഞ വല ഉയർത്തിയപ്പോൾ അതിൽ മീനാക്ഷിയമ്മയും കുഞ്ഞൻ ജീവനോടെ ഇരിക്കുന്നതായി കണ്ടെന്നാണ് വിശ്വാസം. കരയ്ക്കിറങ്ങിയ മീനാക്ഷിയമ്മ കുഞ്ഞിനെയും കൊണ്ട് പള്ളിയിലേക്ക് ചെന്ന് തന്നെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്തിയത് വല്ലാർപാടത്തമ്മയാണെന്ന് സാക്ഷ്യപ്പെടുത്തി തങ്ങളെ തന്നെ മാതാവിന് അടിമകളാക്കി സമർപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഇരുവരും ജ്ഞാനസ്നാനം സ്വീകരിച്ച് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടും ദേവാലയവും പരിസരവും വൃത്തിയാക്കിക്കൊണ്ടും ജീവിച്ചു പോന്നു. ഈ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനായി തങ്ങളെ തന്നെ വല്ലാർപാടത്തമ്മയ്ക്ക് അടിമയായി സമർപ്പിച്ചുകൊണ്ട് ഈ ദേവാലയത്തിലേക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഓശാന പെരുന്നാൾ ദിനത്തിലാണ് മീനാക്ഷിയമ്മയുടെ അപകട സംഭവം ഉണ്ടായതായി കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഓശാന പെരുന്നാളിന്റെ ഭാഗമായി ആവശ്യമായ കുരുത്തോലകൾ ഇപ്പോഴും വെഞ്ചരിക്കുന്നത് 1/2 കിലോമീറ്റർ ദൂരമാറിയുള്ള നായർ തറവാടായ പള്ളിവിടന്റെ മുറ്റത്ത് വെച്ചാണ്. വലിയ പെരുന്നാളിന് പള്ളിയിൽ വിളക്ക് തെളിയിക്കുന്നതിനുള്ള അവകാശവും പള്ളി വീട്ടുകാർക്കാണ്. രാമൻ വല്ലിയച്ചന്റെ കാലത്ത് തുടങ്ങിയിട്ടുള്ള മതമൈത്രി ഇന്നും തുടർന്നു പോകുന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തങ്ങളാണിതെല്ലാം. അടിമ സമർപ്പണമാണ് ഇവിടുത്തെ പ്രധാന നേർച്ചയെങ്കിലും മത്സ്യബന്ധന പ്രാധാന്യമുള്ള സ്ഥലമായതിനാൽ ബോട്ട്, വഞ്ചി, വല എന്നിവയുടെ ആശീർവാദത്തിനും മറ്റുമായി നാനാജാതി മതസ്ഥർ എത്തുന്ന ഇടമാണെന്ന് വല്ലാർപാടം ബസലിക്ക.